എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. പച്ചക്കറികളെല്ലാം വച്ചിട്ട് ചെയ്തെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ശരിക്ക് ചൂടായി വരുമ്പം അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ശരിക്ക് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ 4-5 വെളുത്തുള്ളി ചോപ്പ് ചെയ്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അതിലേക്കൊരു 1/4 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ജീരകം ശരിക്കും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ജീരകം ശരിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ചെറിയ സവാള ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ശരിക്കും ഒന്ന് പച്ചമണം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1.5 ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച് അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബീട്രൂട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുക. വലിയ ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ പകുതിയാണെന്നുണ്ടെങ്കിലും മതി. ഇനി ഇതെല്ലാം ശരിക്കൊന്ന് മൊരിയുന്ന വരേക്കും ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ശരിക്കൊന്ന് വെന്ത് കിട്ടണം. അത് ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. ക്യാരറ്റും ബീട്രൂട്ടും നൈസായിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഒന്ന് വേവാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാലും മതി. അപ്പോൾ ആവിയിൽ ശരിക്കും അതൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ദാ ക്യാരറ്റും ബീട്രൂട്ടും ഉള്ളി ഇതെല്ലാം ശരിക്കും നല്ലപോലെ വെന്ത് യോജിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ ചൂടായി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം അതിലേക്കൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുളക് പൊടിയുടെ കൂടെ തന്നെ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി പൊടികളുടെ പച്ചമണം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം നല്ല വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി പൊടിച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാനുള്ളത് കൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കുമ്പം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഉരുളക്കിഴങ്ങ് ശരിക്ക് ഇതിലെല്ലായിടത്തും ഒന്ന് മിക്സ് ആകാൻ പാകത്തിന് നമുക്ക് ശരിക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ശരിക്കും എല്ലായിടത്തും മിക്സ്, ഏതെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഉടഞ്ഞു കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനൊരു കോട്ടിങ് ഉണ്ടാക്കണം. കോട്ടിങ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി, ഒരു 3/4 കപ്പ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂൺ ജീരകം കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തടിത്തവി വെച്ചിട്ട് ഈ ജീരകവും മല്ലിയിലയും എല്ലായിടത്തും ഉപ്പ് എല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പോലെ തന്നെ അത്രയും കട്ടിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ശരിക്കും വെള്ളം എല്ലായിടത്തും ഒരു തടിത്തവി വെച്ചിട്ട് വെള്ളം എല്ലായിടത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചുരുട്ടി ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ തന്നെ ശരിക്കും ഒന്ന് കുഴച്ച് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ അവിടെ കുഴച്ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശരിക്കും ഒന്ന് സെറ്റാവാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ മാവും ഇവിടെ സെറ്റായിട്ടുണ്ട്, അതൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടിൻ്റെ ചൂടെല്ലാം ശരിക്കും ആറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കണം. ഈ
പച്ചക്കറി കൂട്ടിൽ നിന്ന് ഓരോ ഉരുളയാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് പോലെയുള്ള ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പച്ചക്കറി കൂട്ട് ഫുള്ള് ഇതെല്ലാം ഓരോ ഉരുളയാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉരുളയാക്കി മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ കൂട്ടി വെച്ചിരുന്ന അരിപ്പൊടിയുടെ മിക്സിലേക്കും അതിൽ നിന്നും കുറച്ച് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് പൊട്ടാതെ വേണം കേട്ടോ, ശ്രദ്ധിച്ചിട്ട് വേണം. അരിക്ക് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിൽ നിന്നുള്ള പച്ചക്കറി കൂട്ട് ഒരു ബോൾ എടുത്ത് വെച്ചിട്ട് ഇത് ശരിക്കും ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന മാതിരി തന്നെ ശരിക്കും ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ ഉരുട്ടി എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടെ നീക്കി വയ്ക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് ഉരുട്ടി എടുത്ത് കൊണ്ടുവരാം. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഒന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊട്ടും പൊട്ടിപ്പോവില്ല. നല്ല സോഫ്റ്റായിട്ട് ആയി കിട്ടിയാൽ ഇതൊട്ടും പൊട്ടിപ്പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അത് ശരിക്കും ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഓരോ ബോൾസും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ ഫില്ലിംഗ് എല്ലാം ശരിക്കും വെന്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അരിപ്പൊടിയും ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ ഒരു 5-10 മിനിറ്റോളം മാത്രം മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോരിയെടുക്കാൻ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പരന്ന പാത്രമായിരുന്നു. ഉണ്ണിയപ്പച്ചട്ടിയിൽ ബോളാക്കിയിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്ക് അവിടെ തന്നെ ഇരുന്നോളും. ഒട്ടും തിരിച്ചിടാനും മറിച്ചിടാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലും ഇതുപോലെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാകുമ്പം തിരിച്ചിട്ട് കൊടുക്കാനും എല്ലാം എടുക്കാനും എല്ലാം എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഒട്ടും ഇളകിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകിയൊന്നും പോവില്ല. അപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലും ഉണ്ടാക്കി എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പലഹാരത്തിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ വീണ്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.